ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടൊരു അമ്മയാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ബേബിക്ക് വാങ്ങി വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ബേബിക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബേബിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടായാലും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉടുപ്പാണ് കെട്ടുടുപ്പ്. ഫ്രണ്ടിൽ കെട്ടുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഉടുപ്പാണ്. അതുപോലെ തന്നെ കെട്ടിന് പകരം ബട്ടൺസ് ഉള്ള ഉടുപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യത്തെ ദിവസം കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും യൂസ് ചെയ്യാനൊക്കെ കൂടുതലായിട്ടും ഈസി ആയിട്ടുള്ളത് ഈ ടൈപ്പിലുള്ള ഉടുപ്പുകളാണ്. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് റോംബേഴ്സ്. നമ്മളിപ്പം വാക്സിൻ എടുക്കാൻ പോകുന്ന സമയത്തായാലും കുഞ്ഞുങ്ങൾക്ക് കൈക്കും കാൽക്കൊക്കെ വാക്സിൻ വെക്കാനുണ്ടോ, ആ സമയത്ത് ഈ ഡ്രസ്സ് ഇടിക്കുവാണെങ്കിൽ കൈയും കാലും ഒക്കെ കുഞ്ഞുങ്ങളുടേത് ഫ്രീ ആയിട്ട് പുറത്തിരുന്നോളും. ഇതുപോലെ തന്നെ ഫുൾ റോംബേഴ്സും അവൈലബിൾ ആണ്. ഞാൻ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും അതുപോലെ രാത്രി ഉറക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഞാൻ ഈ ഫുൾ റോംബേഴ്സാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്തത്. ആദ്യത്തെ ഒരു 3 മന്തൊക്കെ ഞാൻ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമുക്ക് സിബുള്ള റോംബേഴ്സും അതുപോലെ തന്നെ ബട്ടണുള്ള റോംബേഴ്സും രണ്ട് തരത്തിലുള്ള റോംബേഴ്സും അവൈലബിൾ ആണ്. അടുത്തതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ബ്ലാങ്കറ്റ്. അപ്പോൾ ഇപ്പം നമുക്ക് ഒത്തിരി തരത്തിലുള്ള ബ്ലാങ്കറ്റുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ബ്ലാങ്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ എൻ്റെ ബേബിക്ക് യൂസ് ചെയ്തത് മസ്ലിൻ ക്ലോത്തിൻ്റെ ബ്ലാങ്കറ്റാണ്. അത് ഭയങ്കര സോഫ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുഞ്ഞുങ്ങളെ സ്വാഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതും ഒരു തരത്തിലുള്ള ബ്ലാങ്കറ്റാണ്. കുറച്ചുകൂടെ പഞ്ഞിയായിട്ട് ഒരു ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പിലുള്ള ബ്ലാങ്കറ്റ്. അതായത് കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിൽ യൂസ് ചെയ്യാനും പിന്നെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ സ്വാഡിൽ ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ബ്ലാങ്കറ്റാണിത്. അടുത്തതായിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ടതാണ് മിറ്റൺ, കുഞ്ഞുങ്ങളുടെ കയ്യിലിടുന്നത്. പിന്നെ സോക്സ്, കുഞ്ഞുങ്ങളെ കാൽക്കിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു വാമായിട്ടുള്ള ഒരു ക്യാപ്പും. അടുത്തതാണ് ഡയപ്പേഴ്സ്. ഇപ്പം പലതരത്തിലുള്ള ഡയപ്പേഴ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തത് 2 തരത്തിലുള്ള ഡയപ്പേഴ്സാണ്. ഒന്ന് ഇതുപോലത്തെ ക്ലോത്ത് ഡയപ്പേഴ്സ്, നമുക്കിത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വാഷ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അടുത്തതായിട്ടുള്ളതാണ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ്. ആദ്യത്തെ 1, 2, 3 മാസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ടാപ്പേർഡ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ അതാണ് യൂസ് ചെയ്തതും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് കാണിച്ചു തന്നത്. നമുക്കിപ്പം ഡയപ്പേഴ്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കൊരു ബ്രാൻഡ് ഒന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി ഒക്കെ അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 1, 2 പ്രാവശ്യം വാങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കുഞ്ഞിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ഏതാണെന്നുള്ളത്. അടുത്തതായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഡിസ്പോസിബിൾ ഡയപ്പർ ബാഗ്. അതിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് അവരുടെ ഡയപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അത് കീപ്പ് ചെയ്യാനും തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈസി ആയിട്ട് ചീപ്പായിട്ടും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വൺസ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള പ്ലാസ്റ്റിക് കവർ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു സാധനമാണ് ക്യുക്ക് ഡ്രൈ ഷീറ്റ്. ഇതിൻ്റെ ഒരു സൈഡ് പ്ലാസ്റ്റിക്കും ഒരു സൈഡ് ക്ലോത്തും ആയിരിക്കും. ഇത് അതുപോലെ തന്നെ കുറച്ച് കുഷ്യനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ എണ്ണയൊക്കെ തേപ്പിച്ചൊക്കെ കിടത്തിയൊക്കെ ഇടുന്ന ബെഡിലൊക്കെ കിടത്തുമ്പോൾ ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടത്തുവാണെങ്കിൽ അവരിപ്പം യൂറിനൊക്കെ പാസ് ചെയ്യുവാണെങ്കിൽ നമ്മളെ ബെഡിലൊന്നും ആവത്തില്ല. അടുത്തതായിട്ടുള്ളത് ബേബി ടവൽസ് ആണ്. അവരിപ്പോൾ പാലൊക്കെ കുടിച്ച് സ്പിറ്റ് ഔട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് അവരുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡ് പഞ്ഞിയും ഒരു സൈഡ് കുറച്ച് കോട്ടൺ ആയിട്ടുള്ള പലതരത്തിലുള്ള ബേബി ടവൽസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് നെയിൽ കട്ടർ. ഇതിപ്പോൾ 2 തരത്തിലുള്ള നെയിൽ കട്ടറുണ്ട്. ഞാൻ ആദ്യം വാങ്ങി വെച്ചത് ലവ് ലാബിൻ്റെ ഗ്രീൻ കളറുള്ള നെയിൽ കട്ടറായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈസി ആയിട്ട് നെയിൽ കട്ട് ചെയ്യാൻ തോന്നുന്നത് ആ സിസർ കട്ടുള്ള നെയിൽ കട്ടറാണ്. നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാനും അതായിരിക്കും ഈസി. അടുത്തത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞിക്കോമ്പ്. നെക്സ്റ്റ് ഐറ്റമാണ് തുണിത്തൊട്ടിൽ. നമുക്ക് വിൻഡോയിലും റൂഫിലൊക്കെ ഹാങ് ചെയ്തിട്ട് കുഞ്ഞിനെ ഉറക്കാനും കിടത്താനൊക്കെ പറ്റുന്നൊരു ടൈപ്പ്. കുഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് കുറച്ച് സ്പോഞ്ചായിട്ട് ബെഡ് പോലെ ഫീൽ ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് ബേബി ഷോപ്പിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്.
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് വെറ്റ് വൈപ്സ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്ത് പോകുന്ന സമയത്തും അല്ലാതെയൊക്കെ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ വെറ്റ് വൈപ്സ് വാങ്ങുമ്പോൾ ബേബീസിൻ്റെ തന്നെ വെറ്റ് വൈപ്സ് വാങ്ങാൻ ട്രൈ ചെയ്യണം. കാരണം കുഞ്ഞുങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ വെറ്റ് വൈപ്സും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വെറ്റ് വൈപ്സ് വാങ്ങുന്ന സമയത്ത് അതിൽ 99.9% വാട്ടർ കണ്ടൻറ്റ് ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം. പിന്നെ എക്സ്ട്രാ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ വെറ്റ് വൈപ്സ് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ. അടുത്തതായിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ ബോഡി ലോഷൻ. ഞാനിപ്പോൾ ഇവിടെ സെറ്റാഫിലിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുഞ്ഞിൻ്റെ ബോഡിയിലും ഫേസിലും ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് കുഞ്ഞുങ്ങളുടെ വാഷ് ആൻഡ് ഷാമ്പു. അതായത് സോപ്പിന് പകരമായിട്ട് ഞാൻ സെറ്റാഫിലിൻ്റെ തന്നെ വാഷ് ആൻഡ് ഷാമ്പു ആണ് കുഞ്ഞിന് കുളിക്കുമ്പോൾ യൂസ് ചെയ്തത്. ഇതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ തല തോർത്താനും മേലെ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ കുഞ്ഞ് തോർത്തുമുണ്ട് വാങ്ങി വെക്കാം. ചെറിയ സൈസിലുള്ള നൈസായിട്ടുള്ള കോട്ടൻ്റെ കുഞ്ഞു തോർത്തുകൾ ലഭ്യമാണ്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ബാത്ത് ടബ്. ഇത് എസെൻഷ്യൽ പ്രൊഡക്റ്റ് ഒന്നുമല്ല. ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കാൽമലൊക്കെ വെച്ച് കുളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് ഇതുപോലത്തെ ബാത്ത് ടബ് വാങ്ങിച്ചാൽ നമുക്ക് വളരെ ഉപയോഗമായിരിക്കും. അടുത്തൊരു പ്രൊഡക്റ്റാണ് തെർമോമീറ്റേഴ്സ്. ഇതിപ്പോൾ കുഞ്ഞ് ബേബി ആയിരിക്കുമ്പോഴും അതുപോലെ തന്നെ വളർന്നാലൊക്കെ നമുക്ക് ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കും ഈ തെർമോമീറ്റേഴ്സ്. അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ട ഒരു മെഡിസിനാണ് വൈറ്റമിൻ ഡി. ഇത് കുഞ്ഞ് ജനിച്ച് 3-ാം ദിവസം മുതൽ 1 വയസ്സാവുന്നവരെ എന്തായാലും നമ്മൾ മറക്കാതെ കുഞ്ഞിന് കൊടുത്തിരിക്കണം. കുഞ്ഞിൻ്റെ ബോഡിയിലുണ്ടാകുന്ന വെള്ളപ്പാടുകൾ, പിന്നെ കുഞ്ഞിൻ്റെ ഗ്രോത്ത്, ഇതിനെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് വൈറ്റമിൻ ഡി. അടുത്തതായിട്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒന്നാണ് ബേബി പില്ലോസ്. അതായത് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരൊരു വശത്തേക്കൊക്കെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവരുടെ തലയുടെ ഷേപ്പുകളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പില്ലോ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കുഞ്ഞൊരു ഭാഗത്തേക്ക് മാത്രം ചരിഞ്ഞ് കിടക്കുന്നതൊക്കെ മാറിയും തലയുടെ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് നിൽക്കും. നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ബിബ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ മിൽക്ക് അവരുടെ ഡ്രസ്സിലാവാതിരിക്കാനും പിന്നെ കഴുത്തിലാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ ബിബ് ഇട്ട് കൊടുക്കാം. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഡയപ്പർ ബാഗ്. ഞാൻ കുഞ്ഞ് ജനിച്ച സമയത്ത് വാങ്ങിയതാണ്. അവൾക്ക് ഞാൻ ഇപ്പോഴത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുപോകാനും കുഞ്ഞുങ്ങളുടെ സാധനം വെക്കാനും ഒക്കെ ഒത്തിരി സൗകര്യമുള്ള ഒരു ബാഗാണ് ഈ ഡയപ്പർ ബാഗ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കുഞ്ഞിൻ്റെ പെർഫ്യൂമാണ്. ഒരിക്കലും എസെൻഷ്യൽ പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ഞാൻ എൻ്റെ മോൾക്കൊരു 3 മാസമൊക്കെ ആയ സമയത്ത് ഒന്ന് വാങ്ങി നോക്കിയതായിരുന്നു. വലിയ ഫ്രാഗ്രൻസ് ഒന്നുമില്ല. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സുകളും ഒക്കെ എന്നോട് കമൻറ്റ് ബോക്സ് പറയുകയും വേണം. അപ്പോൾ ബൈ.